കിടക്കാൻ ഒരു പായ പോലുമില്ല. 24 മണിക്കൂറും കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം. പുറത്തിറങ്ങാനോ സൂര്യപ്രകാശം ഏൽക്കാനോ യാതൊരു അനുവാദവുമില്ല. ഒരൊറ്റ സെല്ലിനുള്ളിൽ കുത്തിനിറച്ചിരിക്കുന്നത് 80ഓളം കൊടും കുറ്റവാളികളെ. ഇതേതെങ്കിലും ഒരു ഹോളിവുഡ് സിനിമയിലെ രംഗമല്ല. മധ്യ അമേരിക്കയിലെ ഒരു ചെറിയ രാജ്യമായ എൽ സാൽവഡോറിലെ മെഗാ ജയിലിലെ യഥാർത്ഥ കാഴ്ചകളാണ്. ഒരു കാലത്ത് ലോകത്തിന്റെ കൊലപാതക തലസ്ഥാനം എന്ന് വിളിച്ചിരുന്ന ഈ രാജ്യത്തെ ഗുണ്ടാസംഘങ്ങളെ വേരോടെ പിഴുതെറിയാൻ പ്രസിഡന്റ് നയീബ് ബുക്കാലെ പണിത ഈ ഭീകര ജയിലിൽ ഇപ്പോൾ നടക്കുന്നത് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട സാധാരണക്കാർ വരെ ഇപ്പോൾ ഈ നരകത്തിൽ പെട്ടിരിക്കുകയാണ്. എന്താണ് ഈ കൂറ്റൻ ജയിലിനുള്ളിൽ സംഭവിക്കുന്നത്? ഈ ജയിലിന്റെ ഭീകരത മനസ്സിലാക്കണമെങ്കിൽ എൽ സാൽവഡോർ എന്ന ഈ രാജ്യത്തിന്റെ പശ്ചാത്തലം നമ്മൾ ആദ്യം അറിയണം. നോർത്ത് അമേരിക്കയ്ക്കും സൗത്ത് അമേരിക്കയ്ക്കും ഇടയിലുള്ള അതിമനോഹരമായ ഒരു കൊച്ചു രാജ്യമാണ് എൽ സാൽവഡോർ. പക്ഷെ പുറമേ കാണുന്ന സൗന്ദര്യം മാത്രമായിരുന്നില്ല അവിടെ. മാരാ സാൽവത്രൂച്ച അഥവാ MS-13 പോലെയുള്ള അതിക്രൂരന്മാരായ ഗുണ്ടാസംഘങ്ങളുടെ വിളയാട്ടമായിരുന്നു അവിടെ കാലാകാലങ്ങളായി നടന്നിരുന്നത്. പട്ടാപ്പകൽ നടക്കുന്ന കൊലപാതകങ്ങളും പിടിച്ചുപറിയും കാരണം ജനങ്ങൾ പുറത്തിറങ്ങാൻ പോലും ഭയന്ന കാലം. അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും കൊലപാതക നിരക്കുള്ള രാജ്യമെന്ന ചീത്തപ്പേരുമായി നിൽക്കുമ്പോഴാണ് നയീബ് ബുക്കാലെ എന്ന യുവ നേതാവ് അവിടെ പ്രസിഡന്റായി വരുന്നത്. ഗുണ്ടകളെ ഒതുക്കാൻ അദ്ദേഹം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആയിരക്കണക്കിന് ഗ്യാങ്സ്റ്ററുകളെ ഒന്നിച്ചു പിടികൂടി അടച്ചിടാൻ അദ്ദേഹം പണികഴിപ്പിച്ച ആ കൂറ്റൻ ജയിലാണ് സെക്കോട്ട്. ടെററിസം കൺഫൈൻമെന്റ് സെന്റർ എന്നാണ് ഈ കൂറ്റൻ ജയിലിന്റെ പേര്. ഇവിടുത്തെ നിയമങ്ങൾ കേട്ടാൽ ശരിക്കും ചോര മരവിക്കും. ഇവിടെ എന്ന തടവുകാരുടെ തലമുടി പൂർണ്ണമായും മുട്ടയടിക്കും. ധരിക്കാൻ വെറുമൊരു വെളുത്ത ബോക്സർ ഷോർട്ട്സും മാത്രമാണ് നൽകുക. 4 തട്ടുകളുള്ള ഇരുമ്പ് കട്ടിലുകളിലാണ് ഇവരുടെ ഉറക്കം. ആയുധങ്ങൾ ഒളിപ്പിക്കാതിരിക്കാൻ കിടക്കയോ പായോ ഒന്നും നൽകില്ല. വെറും ഇരുമ്പ് തട്ടുകളിൽ കിടക്കണം. 80 പേർക്ക് ഉപയോഗിക്കാൻ ആകെയുള്ളത് വെറും 2 ടോയ്ലറ്റുകൾ മാത്രം. കുടുംബാംഗങ്ങളെ കാണാനോ ഫോൺ ചെയ്യാനോ ഇവർക്ക് യാതൊരു അവകാശവുമില്ല. ദിവസവും വെറും 30 മിനിറ്റ് വ്യായാമവും ബൈബിൾ വായനയും മാത്രം. ബാക്കിയുള്ള സമയം മുഴുവൻ ആ ഇരുമ്പ് കമ്പികൾക്കിടയിൽ ജീവച്ഛവങ്ങളെ പോലെ നരകയാതന അനുഭവിക്കണം. ഈ ജയിലിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. കഴിഞ്ഞ മാസം ഈ ജയിലിൽ ഒരു മാക്രോ ട്രയൽ അഥവാ മാസ് വിചാരണ ആരംഭിച്ചു. കൊടും കുറ്റവാളികളായ ഗ്യാങ്ങിലെ 486 പേരെയാണ് യാതൊരു വ്യക്തിഗത വിചാരണയുമില്ലാതെ ഒറ്റയടിക്ക് വിചാരണ ചെയ്യുന്നത്. ഇതിനിടയിലാണ് അമേരിക്കയിൽ നിന്നുള്ള ഞെട്ടിക്കുന്നൊരു വാർത്ത ലോകമറിയുന്നത്. മുൻപ് ട്രംപ് ഭരണകൂടം യാതൊരു നിയമ നടപടികളും പാലിക്കാതെ 250-ലധികം വെനസ്വലൻ കുടിയേറ്റക്കാരെ ഈ ഭീകര ജയിലിലേക്ക് നാടുകടത്തിയിരുന്നു. ഈയടുത്ത് അതിൽ നിന്നും രക്ഷപ്പെട്ട് സ്പെയിനിൽ അഭയം പ്രാപിച്ച ഒരാളിലൂടെയാണ് ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. കൊടും കുറ്റവാളികൾക്ക് കൊടുക്കുന്ന അതേ ക്രൂര പീഡനങ്ങളാണ് ഈ പാവം സാധാരണക്കാർക്കും അവിടെ നേരിടേണ്ടി വരുന്നത്. കൊലപാതകങ്ങളുടെ തലസ്ഥാനമായിരുന്ന എൽ സാൽവഡോറിനെ ഇന്ന് വളരെ സുരക്ഷിതമായ ഒരു രാജ്യമാക്കി മാറ്റാൻ പ്രസിഡന്റ് നയീബ് ബുക്കാലെയുടെ ഈ കടുത്ത നടപടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ്. ഗുണ്ടാസംഘങ്ങളെ വേരോടെ പിഴുതെറിഞ്ഞ അദ്ദേഹത്തെ അവിടുത്തെ സാധാരണ ജനങ്ങൾ വലിയൊരു ഹീറോ ആയാണ് കാണുന്നത്. എന്നാൽ ഈ ഗുണ്ടാവേട്ടയുടെ പേരിൽ യാതൊരു തെളിവുകളുമില്ലാതെ നിരപരാധികളെ പോലും പിടിച്ച് ഈ നരകത്തിൽ അടച്ചിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. രാജ്യത്തെ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാൻ മനുഷ്യാവകാശങ്ങളെപ്പോലും റദ്ദാക്കിക്കൊണ്ടുള്ള ഏകാധിപത്യപരമായ ഇത്തരം കടുത്ത ശിക്ഷാരീതികൾ ആവശ്യമാണോ? അതോ നിരപരാധികളെ പോലും ഇരകളാക്കുന്ന ഈ ക്രൂരതകൾ നാളെ ഒരു വലിയ വിപത്തായി എൽ സാൽവഡോറിനെ മാറ്റുമോ? ഭൂമിയിലെ നരകമെന്ന് വിളിക്കുന്ന ഈ മെഗാ ജയിലിനെ കുറിച്ചും പ്രസിഡന്റിന്റെ ഈ നടപടികളെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി ഇനിയും വരാം.